ഗഫൂർക്ക ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. ഒരു ഡബിൾ സ്ട്രോങ്. ഓക്കെ. ഇങ്ങനെ മുഖ്യ ശത്രു ഇപ്പൊ വന്ന് പോയതേ ഉള്ളൂ. ആര്? ആ കള്ള ഇബ്ലീസ് മൊയ്തുവോ? ഇപ്പൊ വന്ന് ചായയും കുടിച്ച് കടവും പറഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കടത്തിന്റെ ആളാണല്ലോ. ഓൻ പണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി മുങ്ങിയതാ. ഇപ്പൊ എന്താ ഓന്റെ ഒരു കിബറ്? ഗഫൂർക്ക അതൊക്കെ പഴയ കഥയല്ലേ. നിങ്ങളതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചടക്കുക മോശമല്ലേ ഇത്? അതൊന്നും അങ്ങനെ മറക്കാൻ പറ്റൂല. നമ്മൾ പെരപ്പണിക്ക് വെച്ച പൈസ കൊടുത്തിട്ടാ ഓനെ ഗൾഫിലേക്ക് അയച്ചത്. അതുകൊണ്ടെന്താ ഓനിപ്പ നല്ലൊരു നിലയിലായില്ലേ? ഓൻ നല്ല നിലയിലായിട്ട് എനിക്കെന്ത് കാര്യം? എന്റെ പൈസ ഓൻ തിരിച്ചു തന്നില്ലല്ലോ. അങ്ങനെയല്ലല്ലോ നമ്മള് കേട്ടത്. ഓൻ തന്നിട്ട് നിങ്ങള് വാങ്ങിയില്ലെന്നല്ലേ സത്യം? രൂപ 25,000 എണ്ണിക്കൊടുത്തിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് മുതല് മാത്രം കിട്ടിയിട്ട് എന്താ കാര്യം? പലിശ വാങ്ങുന്നത് തെറ്റല്ലേ ഗഫൂർക്ക? അയ്യേ, പലിശ ആർക്ക് വേണം? നമ്മൾ ചോദിക്കുന്ന ലാഭല്ലേ ലാഭം. എന്റെ പൈസ കൊണ്ട് ഓൻ ഗൾഫിൽ പോയി കച്ചവടം ചെയ്ത് ഇപ്പൊ നല്ല നിലയിലായില്ലേ. അപ്പൊ അതിന്റെ ഒരു ലാഭം ഞമ്മക്കും വേണ്ടേ? അത് ചോദിച്ചപ്പോഴേക്ക് നമ്മൾ കാപ്പറായി. ഗഫൂർ പലിശ ചോദിച്ചെന്നും പറഞ്ഞ് എല്ലാരും നമ്മൾ ഒറ്റപ്പെടുത്തി. ഇപ്പൊ ചുരുക്കി പറഞ്ഞ മുതലും ഇല്ല ലാഭവും ഇല്ല. നിങ്ങളുടെ അടുത്ത ചങ്ങായി നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും വലിയ ശത്രുവായി. ഇനിയിപ്പോ ഓന്റെ പോരെ പോയി മുതൽ ചോദിക്കാന്ന് വെച്ചാ അതും പ്രശ്ന. ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞ് പോലീസും വരും. പൈസ കൊടുത്താ ഞമ്മള് മോയന്തായി. ചായക്കാശ് പറ്റിലെഴുതിക്കോ, മോനെ ഞമ്മളെ കൈ കിട്ടും. ഇതാ മൊയ്തുവിന്റെ വീടാ. എന്റെ പൈസക്ക് ഗൾഫിൽ പോയി ഉണ്ടാക്കിയ വീടാണ്. ശരിക്കും പറഞ്ഞ ഈ വീടിന്റെ ഒരു ഷെയർ എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അല്ലോ, എന്താണ് വീടിന്റെ മുന്നിൽ തന്നെ ഒരു പട്ടി ചത്ത് കിടക്കുന്നുണ്ടല്ലോ. ഇത് ഓനോട് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എന്ത് വേണം? നമ്മളെ വീടിന്റെ വാതിക്കൽ ഒരു പട്ടി ചത്ത് എടുക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് എന്താ ഒന്നും ചെയ്യാത്തത്? അതിന് ഞാനെന്ത് ചെയ്യാനാ? പട്ടി ചത്തെങ്കിൽ ചാകട്ടെ. നിങ്ങളെന്തിനാ എന്നോട് പറഞ്ഞത്? നിങ്ങളെന്നെ കുറിച്ച് വിചാരിച്ചേ? ചൂടാവല്ല മൊയ്തു, നമ്മളൊന്നും വിചാരിച്ചല്ല. ഒരു പട്ടി ചത്തു എന്നാ അതിന്റെ വേണ്ടപ്പെട്ടവരൊക്കെ അറിയിക്കാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. ഒന്ന് ക്ഷമിച്ചാളാ.